എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 2 മുതൽ HSCAP വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ ഈ ഒരു അപേക്ഷയുടെ ലിങ്കുകളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ച് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ നേടാൻ സാധിക്കാതിരുന്ന, അതായത് സ്കൂളിൽ പോയ സമയത്ത് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടാണ് അപേക്ഷ നൽകേണ്ടത്. ഓൾറെഡി അപേക്ഷ നൽകിയിട്ട് അപേക്ഷയിൽ തെറ്റ് കാരണമോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി അനുസരിച്ചാണ് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത്. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് ഇതുപോലെയാണ് പ്രസിദ്ധീകരിക്കുക. ഇത് സ്പോർട്സ് കോട്ടയുടേതാണ്. ഈ ഒരു ഹയർ സെക്കൻഡറി മെറിറ്റ് കോട്ടയുടേത് ആണെങ്കിൽ വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്പോർട്സ് കോട്ടയുടേതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ വേക്കൻസി നോക്കാം എന്നുള്ളത് കാണിച്ചു തരിക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് സപ്ലിമെൻ്ററിയുടെ വേക്കൻസി നോക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ജില്ലയിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ജില്ലയിലെ ഓരോ സ്കൂളിൻ്റെ പേരും, അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ് വേക്കൻസി ഉള്ളത്, അതുപോലെ തന്നെ ആ സ്കൂള് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന, അതായത് മിക്സഡ് സ്കൂളാണോ എന്നുള്ളതാണ് കോ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേക്കൻസി അവിടെ ഒരു വേക്കൻസിയാണ്, എത്ര വേക്കൻസിയാണുള്ളത് ആ ഒരു വേക്കൻസി അവിടെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ കോ എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഗേൾസ് സ്കൂളുണ്ട്, അതുപോലെ തന്നെ ബോയ്സ് സ്കൂളുണ്ട്. അപ്പോൾ ഓരോ ജില്ല അനുസരിച്ച് മാറ്റമുണ്ടാകും. ഇവിടെ ഈ ഒരു ജില്ലയിൽ എല്ലാ സ്കൂളുകളിലും, അതായത് ഈ ഒരു സ്പോർട്സ് കോട്ടയിലുള്ള വേക്കൻസി കാണിക്കുന്നത് കോ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ള മിക്സഡ് സ്കൂൾ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം എടുക്കാം. തിരുവനന്തപുരം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സ്കൂൾ ജെൻഡർ എന്നുള്ള ഭാഗത്ത് ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ഗേൾസ് സ്കൂളാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ബോയ്സ് എന്ന് പറഞ്ഞ് കാണാം. അത് ബോയ്സ് സ്കൂളാണ്. കോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവിടെ ബോയ്സും ഉണ്ടാവും ഗേൾസും ഉണ്ടാവും, അതായത് മിക്സഡ് സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കോ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ആ ഒരു സ്കൂൾ ഏതാണ്, അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് ഈ ഒരു മെറിറ്റ് കോട്ടയുടെ ആ ഒരു വേക്കൻസി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വേക്കൻസി നോക്കി വേക്കൻസിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ഓപ്ഷൻസ് നൽകാനായിട്ട്. നിലവിൽ സ്കൂളിൻ്റെ വേക്കൻസി, അതായത് സീറ്റുകൾ വർദ്ധിപ്പിക്കുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം വന്നിട്ടില്ല. അത് ഏതായാലും ഈ ഒരു ജൂൺ 1 ഈ ഒരു വേക്കൻസി, അതായത് നിലവിലെ സ്കൂളുകളിൽ താൽക്കാലിക ബാച്ചുകൾ വർദ്ധിപ്പിക്കുമോ അല്ലെങ്കിൽ സീറ്റ് വർദ്ധിപ്പിക്കുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്നാൽ ഈ ഒരു സീറ്റുകൾ വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 1 അതായത് ജൂലൈ 1 വേക്കൻസി ലിസ്റ്റ് വരികയും അതിനുശേഷം ജൂലൈ 2 മുതൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് നൽകുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഒരു ജില്ലയിൽ കൂടാതെ, അതായത് 2 ജില്ലകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് 2 ജില്ലകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ 2 ജില്ലയിലേക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ഏതൊരു ജില്ലയിലേക്കും നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.